ആദരണീയനായ ദേശീയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് സർക്കാരിൻ്റെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തക എന്നിവരായ സാമൂഹ്യ പ്രവർത്തകർ കൂടാതെ ഇവിടെ എത്തിച്ചേരുന്ന കെ സജ്ജോകൾ സ്വാഗതം പ്രശംസിച്ച സ്വാഗതങ്ങൾ കൂടാതെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ എല്ലാവർക്കും മതേതര ബോർഡുകളുടെ മോചനവും രക്ഷകനുമായ വളരെ പെട്ടെന്നാണെത്തുന്നൊരു അംബേദ്കർ ജന്മദിന ആഘോഷ പരിപാടി കോട്ടയത്തേക്ക് ഒരു സ്റ്റേറ്റ് സ്വഭാവത്തിൽ നടത്തേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. കേരളത്തിലെമ്പാടും മുസ്ലിം പാർട്ടിയുടെ നേതൃത്വത്തിൽ സമാനമായ പരിപാടികൾ ചെറുതുമായി ഗൗരവതരമായി നടത്തുന്ന സന്ദർഭങ്ങളിലാണ്. വിദേശ പാർട്ടിയുടെ ആവിർഭാവ കാലം മുതൽ തന്നെ മഹാത്മാക്കളുടെയും ഭക്ഷ്യകാരങ്ങളുടെയും നമ്മുടെ വിവിധങ്ങളായിട്ടുള്ള സാമൂഹിക നവോത്ഥാന നായകരെയൊക്കെ ഈ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ആചരിച്ചും ആഘോഷിച്ചുമാണ് നമ്മളിവിടെ വരെ എത്തിച്ചേർന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ നവോത്ഥാന നായകരുടെയും സ്വാതന്ത്ര്യ സമര പോരാളികളുടെയും രാജ്യത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ച മുഴുവൻ ആൾക്കാരുടെയും രാജ്യസ്നേഹപരമായ ആദർശങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ തരുന്ന രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. അതിലേറ്റവും പ്രധാനം ബാബാ സാഹേബ് ഡോക്ടർ ബി ആർ അംബേദ്കർ തന്നെയാണ്. ഐക്യരാഷ്ട്രസഭ പോലും ലോക വിജ്ഞാന ദിനം എന്നുള്ള നിലയിലാണ് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ഈ ജന്മദിനത്തെ ആഘോഷിക്കുന്നത്. മഹാനായ നെഹ്റു പോലും ഡോക്ടർ ബി ആർ അംബേദ്കറെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് ചലിക്കുന്ന വിജ്ഞാന ഭണ്ഡാരം ഡോക്ടർ ബി ആർ അംബേദ്കർ. അത്രമാത്രം ആർജിത വിജ്ഞാനത്തിൻ്റെ സമസ്ത മേഖലകളും കീഴടക്കിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പ്രയാണം ഉണ്ടായിട്ടുള്ളത്. അംബേദ്കറെ സംബന്ധിച്ച ഗൗരവപ്പെട്ട ധാരണകൾ ഉള്ളപ്പോൾ തന്നെ ഞാൻ അത്തരം ദീർഘമായ വിഷയങ്ങളിലേക്ക് പോകുന്നു. എന്നിരുന്നാലും ഡോക്ടർ ബി ആർ അംബേദ്കറുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ സാമൂഹിക ഇടപെടലുകൾ, ഭൗതികമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചില പരിവർത്തനപൂർവമായ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനമായ ലക്ഷ്യങ്ങളൊന്നത് നമ്മുടെ രാജ്യത്തെ കാർന്നു ചെല്ലുന്ന, നമ്മുടെ രാജ്യത്തെ അപകടകരമായ നിലനിൽക്കുന്ന ഈ ജാതി വ്യവസ്ഥ, കാസ്റ്റ് സിസ്റ്റം അവസാനിപ്പിക്കണമെന്നതിൽ ഒരു ആലോചന അംബേദ്കറുണ്ടായി. ജാതിയാണ് നമ്മുടെ രാജ്യത്തെ കാർന്നു നിൽക്കുന്ന ഏറ്റവും അപകടകരമായ സാഹചര്യം എന്ന വളരെ ഗൗരവതരമായി അദ്ദേഹം ഘോഷിച്ചു. അംബേദ്കർക്ക് കാലശേഷം ഇങ്ങോട്ടും നിരവധി പേർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഗൗരവതരമായ ഇടപെടലുകളും പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ഒരു പരിധിവരെ ഇതിന് സമാനമായ മാറ്റം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിലും അതിനൊക്കെ അപ്പുറത്ത് ജാതി എന്നത് അനുദിനം അപകടകരമായ വളരുകയും അത് രാജ്യത്തെ തകർക്കുകയും ശ്രേണീകൃതമായ ഘടനയ്ക്കകത്ത് താഴ്ത്തട്ടിലുള്ളവർ ജാതിയുടെ അപകടത്തെ രൂക്ഷമായി അനുഭവിക്കുകയും ചെയ്യുന്നു എന്നത് വളർന്നു വരികയല്ല. അതിൻ്റെ അപകടം ദീർഘമായി വർദ്ധിച്ചു വരികയല്ലാതെ ഒരു ഇഞ്ച് പോലും ഈ ജാതി വ്യവസ്ഥയും അതിൻ്റെ അപകടവും നമ്മുടെ നാട്ടിൽ അവസാനിച്ചു പോകുന്നില്ല. അതിൻ്റെ അവസാനത്തെ തെളിവാണ് നാം, അല്ലെങ്കിൽ ഇപ്പോൾ നടന്നിട്ടുള്ള ഒരു കാര്യമായിട്ടോ നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ വാർത്തകളുമായിട്ട് വന്നിട്ടുള്ളത് എൻ്റെയൊക്കെ മകൻ്റെ പ്രായമുള്ള ഒരു കുട്ടി എൻ്റെ കോളേജിൽ അഞ്ചരക്കണ്ടിയിൽ പഠിക്കുന്ന നമ്മുടെ കുഞ്ഞുമകൻ ജാതീയമായ പീഡനം മൂലം ആലോചിച്ച് നോക്കണം. ഉത്തരാധുനിക കാലഘട്ടത്ത് അല്ലെങ്കിൽ ഏറ്റവും ആധുനികമായ ഇലക്ട്രോണിക്സിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും ഒക്കെ ലോകത്ത് ഒരുപക്ഷെ പുതിയ തലമുറയിൽ ഇത്തരം ചിന്തകളില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നിടത്താണ് അധ്യാപകരാക്കപ്പെട്ടത്. സമൂഹത്തെ വാർത്തെടുക്കുന്നത്, വിദ്യാർത്ഥികളെ വാർത്തെടുത്ത് സമൂഹത്തിന് ഗുണകരമായി വിന്യസിക്കാൻ വിനിയോഗിക്കാൻ കഴിയുന്ന വിദ്യാർത്ഥികളെ വാർത്തെടുക്കേണ്ട അധ്യാപകരായിട്ടുള്ളവർ അപകടകരമായ ക്രൂരമായ ജാതി മനോഭാവത്തിൽ വിദ്യാർത്ഥികളോട് പെരുമാറുന്നു എന്നതിൻ്റെ അവസാന തെളിവായി. ഇത് അവസാന തെളിവെന്ന് ഓരോ കാര്യങ്ങൾ നടക്കുമ്പോഴും നമ്മൾ അങ്ങനെ പറയാറുണ്ടെങ്കിലും ഇത് അവസാനിക്കുന്നില്ല. അവസാനിക്കാത്ത ഒരു പരമ്പരയുടെ ഇപ്പോൾ നമ്മുടെ കൺമുമ്പിൽ ഉദാഹരണമാണ് നിതിൻ എന്ന് പറയുന്ന നമ്മുടെ കുഞ്ഞുമകൻ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു എന്ന സംജയിലാണ് നമ്മൾ ബന്ധപ്പെടുത്തുന്നത്. ജീവിച്ചിരിക്കാൻ കഴിയാത്ത തരത്തിൽ, അഭിമാനത്തോടെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത തരത്തിൽ, കണ്ടാൽ കൊള്ളാത്തവനായി മോശമായ പദപ്രയോഗങ്ങൾ അങ്ങനെ ഒരു വിദ്യാർത്ഥിക്ക് നേരെ അക്ഷരമറിയാത്തവനാണെന്ന നിലയിൽ അവന് നേരെ പ്രയോഗിച്ചുകൊണ്ട് ജീവിച്ചിരിക്കാനുള്ള അവൻ്റെ അവകാശത്തെ ഇല്ലായ്മ ചെയ്യുന്ന അധ്യാപകർ, അങ്ങനെ ചിന്തിക്കുന്നവർ, അത്ര മനോഭാവമുള്ള അധ്യാപകർ നമ്മുടെ ഇടയിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഡോക്ടർ ബി ആർ അംബേദ്കർ ലക്ഷ്യം വെച്ച ജാതി നിർമൂലനം അത് അവസാനിക്കുകയായിരുന്നില്ല. അത് കൂടുതൽ ഇന്നത്തെ ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ വർദ്ധിച്ചു വരികയാണ്. നമുക്കറിവിടെ മാറണമെന്ന് പറയുന്നത് ജാതിയുടെ ഇരകളാക്കപ്പെട്ടവരോ
ജാതിയുടെ തിക്താനുഭവങ്ങൾ നേരിടുന്നവരല്ല. മാറണമെന്ന് പറയുന്നതും മാറ്റണമെന്ന് പറയുന്നതും മാറിയ മനോഭാവം ഉണ്ടാവേണ്ടതും ഈ ജാതിയുടെ ഗുണഫലം അനുഭവിക്കുന്നവരാണ് എന്നും പറയുന്നത്. അങ്ങനെ നോക്കണമെങ്കിൽ മാറ്റം ഉണ്ടാവണം. അതല്ലാതെ നമുക്കിടയിൽ മാറ്റമുണ്ടായിട്ടോ നമ്മളൊരു മാറ്റത്തിന് വിധേയമായിട്ടോ ഇത്തരമൊരു മനോഭാവത്തിലല്ല നമ്മൾ സ്വയം സമാധാനിക്കുന്നതിനപ്പുറത്ത് നമ്മളെ കൈകാര്യം ചെയ്യുന്നവർ, ഉപരിവർഗത്തിൽപ്പെട്ടവർ, സവർണർ, ഈ ഫാസിസ്റ്റ് പ്രയോഗം നടത്തുന്നവർ, ഈ രാജ്യത്തെ ഭീതിതമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഇത്തരമൊരു വലിയ വിഭാഗം രാജ്യത്തെ ജാതി മുന്നിൽ വെച്ചുകൊണ്ട് ക്രൂരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നത് ഇനിയുമാണെങ്കിൽ അതിന് പരിഹാരമായി നമുക്ക് എടുക്കാനും നമുക്ക് പ്രയോഗിക്കാൻ കഴിയുന്ന ഒരു ഭൗതിക വ്യക്തതയിൽ നിന്നും അത് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ആശയാദർശങ്ങൾ. നമുക്കറിയാം, ഭരണഘടന രാജ്യത്ത് വിവിധ പ്രശ്നങ്ങളുടെ പരിഹാരമാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. രാജ്യത്ത് സുപ്രീം എന്നത് പാർലമെന്റ് അല്ലെന്നും ഭരണഘടനയാണ് എന്നും ഭരണഘടന മുന്നിൽ വെച്ചിട്ടുള്ള അതിനകത്തെ ആ ഭരണഘടനാ മൂല്യങ്ങളാണ് രാജ്യത്തിന്റെ അവസാനം. രാജ്യത്ത് സുപ്രീം എന്നത് നമ്മളൊരു പക്ഷേ വാദത്തിനോ അല്ലെങ്കിൽ യാഥാർത്ഥ്യബോധത്തോടെ സമ്മതിക്കുമ്പോഴും ഇതിനും അപ്പുറത്ത് ഈ പറയപ്പെടുന്ന ഭരണഘടനാ മൂല്യങ്ങൾക്കും അപ്പുറത്ത് ഈ ഭരണഘടന തരുന്ന പരിരക്ഷകൾക്കും അപ്പുറത്താണ് ഈ കാസ്റ്റ് സിസ്റ്റവും അതിന്റെ സംവിധാനവും നിലനിൽക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചു വന്നത് ഒരു പരിധിവരെ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച് 1960 കൊല്ലക്കാലം നമ്മുടെ രാജ്യത്ത് എല്ലാ വിഭാഗ ജനങ്ങളെയും സംരക്ഷിച്ചു പിടിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് എന്നത് നമുക്ക് ബോധ്യപ്പെടുത്തുന്നത് അത് ഈ സംഘപരിവാർ സംവിധാനം നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ അധികാരമാക്കി ലഭിച്ചതിനു ശേഷം സംഘപരിവാർ സംവിധാനത്തിന്റെ കയ്യിലേക്ക് ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്ന ബഹുസ്വര ജനവിഭാഗങ്ങളുടെ ഈ ആവാസ കേന്ദ്രം ഈ രാജ്യം സംഘപരിവാർ സംവിധാനത്തിന്റെ കയ്യിലേക്ക് എടുത്തെറിയപ്പെടുന്നതിന് ശേഷമാണ് അവരുണ്ടാക്കുന്ന നിയന്ത്രണത്തിനകത്ത്, അവരുണ്ടാക്കുന്ന അനിശ്ചിതത്വത്തിൽ, അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ, അവർ നടത്തുന്ന ഈ അധികാര പ്രയോഗങ്ങളിൽ രാജ്യത്തിനകത്ത് ഒരു ജനാധിപത്യ മതനിരപേക്ഷ സ്വഭാവത്തിൽ ഒരു രാജ്യം ബഹുസ്വര വിഭാഗങ്ങളെ അവരെ സമാഹരിച്ചുകൊണ്ട് ഗൗരവതരമായി ഇന്ത്യ എന്ന രാജ്യം നിലനിൽക്കുമ്പോൾ ആ രാജ്യത്തിനകത്ത് മറ്റൊരു രാഷ്ട്രം പ്രഖ്യാപിച്ച്, ഒരു ഹിന്ദു രാഷ്ട്രം പ്രഖ്യാപിച്ച്, ഒരു സംഘരാഷ്ട്രം പ്രഖ്യാപിച്ച് അത്തരം ഒരു സംഘരാഷ്ട്രത്തിന്റെ നിർമ്മിതിയും അതിന്റെ പ്രയോക്താക്കളും പ്രചാരകരും അതിന്റെ ഭരണാധികാരികളുമാണ് ഇന്ന് ഈ പറയപ്പെടുന്ന ജാതീയത്തിന്റെ സംവിധാനങ്ങളും മുന്നോട്ട് വെക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ പറയപ്പെടുന്ന മുഴുവൻ അപകടങ്ങളും ഈ പറയപ്പെടുന്ന സാമൂഹിക വിപത്തുകളെ മുഴുവൻ നേരിടാൻ ഈ സാധാരണ കാര്യങ്ങൾ കൊണ്ടുമാവുകയില്ല. അത് നമ്മൾ ഭരണഘടനയെ കുറിച്ച് എത്ര വാഴ്ത്തിയാലും രാജ്യത്തെ വിമോചന നായകരുടെ സങ്കല്പങ്ങൾ എത്ര അവതാരങ്ങളോട് നമ്മൾ വാഴ്ത്തിയാലും ഏതൊക്കെ നിലയിലുള്ള പരിഹാരങ്ങൾ നമ്മൾ മുന്നോട്ട് വെച്ചാലും ഗൗരവതരമായി ഈ ജാതിയും അത് ഉത്പാദിപ്പിക്കുന്ന അപകടത്തെയും തരണം ചെയ്യാൻ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ചിന്താ പദ്ധതികൾ മാത്രമേ അതിനനുസൃതമായുള്ളൂ നമുക്ക് കരുതേണ്ടതുണ്ട്. ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ആശയാദർശങ്ങളല്ലാതെ ഒരു പരിഹാരവും ഇന്ത്യ മഹാരാജ്യത്തെ സാമൂഹികമായ അപകടകരമായ ഗുരുതരമായ സാഹചര്യത്തെ പരിഹരിക്കാനില്ല എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതിനോടൊപ്പവും അതിന് ശേഷവും അതിന് മുമ്പുമൊക്കെ ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾ സ്വതന്ത്രമാക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് രാജ്യങ്ങൾ സ്വതന്ത്രമാക്കപ്പെട്ടിട്ടുണ്ട്. ആ രാജ്യങ്ങളൊക്കെ പിന്നീട് വൈകാതെ ഒന്നിൽ ഏകാധിപതിയുടെ കീഴിലേക്കോ ഒരുപാട് അരക്ഷിതാവസ്ഥ ഉണ്ടാകുന്ന അവസ്ഥയിലേക്കോ ഒരുപാട് വിപ്ലവങ്ങളോ കലാപങ്ങളോ ഉണ്ടായി. പല രാജ്യങ്ങളും അന്യം നിന്ന് പോകുന്നിടത്ത് നിങ്ങൾ അറിയണം, 47 ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഡോക്ടർ ബി ആർ അംബേദ്കർ വിഭാവനം ചെയ്ത ഇന്ത്യ, ഡോക്ടർ ബി ആർ അംബേദ്കർ രൂപകൽപ്പന ചെയ്ത ഇന്ത്യയാണ് സമാധാനത്തോടെ ഏകദേശം സംഘപരിവാർ അധികാരത്തിൽ വരുന്നത് വരെ സമചിത്തത്തോടെ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഞാൻ സൂചിപ്പിക്കുന്നത് അംബേദ്കർ വിഭാവനം ചെയ്ത ഇന്ത്യയാണ് ഒരു മതേതര സ്വഭാവമുള്ള ജനാധിപത്യ സ്വഭാവമുള്ള ആധുനികമായ രാഷ്ട്രസങ്കല്പം ഡോക്ടർ മുന്നോട്ട് വെച്ചതാണ് ഇന്നും ഫലപ്രദമായി നമുക്കൊക്കെ സമാധാനത്തോട് വ്യത്യസ്തങ്ങളായ വർണ്ണങ്ങളിൽ, ജാതികളിൽ, ഭാഷയും സംസ്കാരവും മറ്റു വിവിധങ്ങളായ വൈവിധ്യങ്ങളിൽ നിൽക്കുന്ന ഒരു രാജ്യത്തെ ഒരു ചടൽ കോർത്ത മുത്തുമണികളെ പോലെ ഏകോദര സഹോദരങ്ങളായി നമ്മുടെ രാജ്യത്തിന്റെ ഐക്യപ്പെടുത്തി രാജ്യത്തിന്റെ ക്ഷേമം പ്രഖ്യാപിച്ചുകൊണ്ട് ഭരണഘടന നിർമ്മിച്ച് നമുക്ക് സംഭാവന ചെയ്തുകൊണ്ടാണ് നമ്മൾ അറിയണം നമ്മൾ ഇന്ന് സമാധാനത്തോട് ജീവിച്ചത്. സംഘപരിവാറിന്റെ കയ്യിൽ രാജ്യം എടുത്തെറിയപ്പെടുന്നതുവരെ നമ്മൾ സമാധാനത്തോട് ജീവിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടനയിൽ പ്രഖ്യാപിച്ച ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിലാണ്. രാജ്യം ക്ഷേമമായിരിക്കണം, ഒരു ക്ഷേമരാജ്യ സങ്കല്പം ഡോക്ടർ ബി ആർ അംബേദ്കർ നിർണയിച്ചതുകൊണ്ടാണ് നമ്മൾ ഇത്ര സമാധാനത്തോടെ വന്നിട്ടുള്ളത്. ആ സമാധാന അന്തരീക്ഷത്തെ, ഈ രാഷ്ട്രഭാവിയെ, ഈ ആധുനികതയെ, ഈ പുരോഗമന സാധ്യതയെ മുഴുവൻ തച്ചു തകർത്തുകൊണ്ടാണ് രാജ്യത്തെ ചിത്രശക്തികൾ, ഈ മതേതര സ്വഭാവമില്ലാത്തവർ, മതാത്മകമായ പ്രവർത്തനങ്ങൾക്ക് നിർത്തി കൊടുക്കുന്നവർ, രാജ്യത്തെ ഹൈന്ദവ ഹിന്ദുരാഷ്ട്ര സംഘരാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർ അപകടകരമായി രാജ്യത്തെ കൊണ്ടുപോകുന്നത്. ഞാൻ ദീർഘിപ്പിച്ചു പോവുകയല്ല, നമ്മൾ അറിയേണ്ടതുണ്ട്. നമ്മൾ സമാധാനത്തോടെ സംരക്ഷിച്ചു പിടിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി ഇന്ത്യ അറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടന കയ്യിൽ വെച്ചുകൊണ്ട് ഇന്ന് ഏത് പ്രശ്നത്തിന്റെയും
പരിഹാരമായി മതേതരവാദികൾ ഉയർത്തിപ്പിടിക്കുന്ന പുസ്തകം ഭരണഘടനയാണ്. ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ഒരുപാട് സന്നിഗ്ധ ഘടകങ്ങളിൽ രാജ്യം അപകടത്തിൽപ്പെട്ടു പോകുന്നവർ, അത് വിദ്യാർത്ഥികളുടെ കാര്യത്തിലാണെങ്കിലും യുവാക്കളുടെ കാര്യത്തിലാണെങ്കിലും ഏതു നിലയ്ക്കും രാജ്യം അപകടത്തിൽപ്പെട്ടു പോകുന്നവർ ദൈവനാമം പോലെ അവർ ഉച്ചരിക്കുന്ന പദപ്രയോഗം ഡോക്ടർ ബി ആർ അംബേദ്കറുടേതാണ്. ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പേര് ചുറ്റുകൊണ്ട്, ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ഭരണഘടന മുന്നിൽ വെച്ചുകൊണ്ട് രാജ്യത്തെ സംരക്ഷിച്ചു പിടിക്കുന്ന വലിയ ആൾക്കൂട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ അംബേദ്കറുടെ പ്രസക്തി അത്രമാത്രം ഉയർന്നു വരികയാണ്. ഡോക്ടർ ബി ആർ അംബേദ്കർ പരിനിർമ്മാണം ചെയ്തതിനേക്കാൾ അല്ലെങ്കിൽ ജീവിച്ചതിനേക്കാൾ അപകടകാരിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന് മനസ്സിലാക്കുന്നത് ഈ പറയുന്ന സംഘപരിവാർ കക്ഷികളാണ്. അതിന് ഉദാഹരണമാണ് ഭരണഘടനയുടെ ഈ പാറ്റിന് ജൂബിലി ആഘോഷത്തിൽ പാർലമെന്റിൽ ഡോക്ടർ ബി ആർ അംബേദ്കറെ സംബന്ധിച്ച് അഭിപ്രായം പറയുമ്പോൾ പ്രതിപക്ഷ കക്ഷികളും അംബേദ്കർ അനുകൂലികളും ഡോക്ടർ ബി ആർ അംബേദ്കറെ സംബന്ധിച്ച് അഭിപ്രായം പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ദേശീയ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത് പാടില്ല, അംബേദ്കറെ കുറിച്ചല്ല നിങ്ങൾ പറയേണ്ടത്, നിങ്ങൾ ദൈവമാ നാം ഉച്ചരിക്കൂ എന്ന് പറഞ്ഞൊരു വൃത്തികേട് ഈ പാർലമെന്റിലായി നമ്മൾ കണ്ടതാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് അത്രമാത്രം അവർക്ക് ഭീഷണിയാണ്, അവർക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഒരു വലിയ ശക്തിയാണ്, ഒരു വലിയ ശക്തി സ്രോതസ്സാണ് ഇന്ത്യ മഹാരാജ്യത്തെ മർദ്ദിത മതന്യൂനപക്ഷ പിന്നോക്ക ജനവിഭാഗം എന്ന് പറയുന്ന 90% വരുന്ന ഇന്ത്യ മഹാരാജ്യത്തെ ബഹുജനങ്ങളുടെ സംരക്ഷണ കവചമാണ് ഡോക്ടർ ബി ആർ അംബേദ്കറും അദ്ദേഹത്തിന്റെ ആദർശവുമെന്ന് പ്രിയമുള്ളവരെ നമ്മൾ അറിയേണ്ടതുണ്ട്. അത് മുന്നിൽ വെച്ചുകൊണ്ടല്ലാതെ നമ്മുടെ ഏതൊരു പരിഹാരത്തിനും സാമൂഹികമായി നിൽക്കുന്ന ഏതൊരു അപകടകരമായ സാഹചര്യത്തെയും അതിജീവിച്ച ബഹുജനങ്ങളെ രാജ്യത്തെ സംരക്ഷിച്ചു പിടിക്കാൻ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഭരണഘടന ഉയർത്തിയാലും ഏതെല്ലാം നിലയിൽ മറ്റ് നന്മയുള്ള കാര്യം പറഞ്ഞാലും അംബേദ്കറുടെ ഞാൻ പറഞ്ഞല്ലോ ലോകത്തിലെ ചലിക്കുന്ന വിജ്ഞാന ഭണ്ഡാരമാണ്. അത്രമാത്രം ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദങ്ങളും യോഗ്യതകളും ഒരു അസാധ്യമായിടത്തു നിന്നും സാധിച്ചെടുത്ത് തന്റെ ശേഷിയും ഒക്കെ എല്ലാ യോഗ്യതകളും സ്വന്തം സമൂഹത്തിനും രാജ്യത്തിനു വേണ്ടി ഒരു വിറകുവിളി പോലെ എരിഞ്ഞ് അതിന്റെ ചാരവും ചൂടുമെല്ലാം ഈ രാജ്യത്തിനു വേണ്ടി വളക്കൂറാക്കി മാറ്റിയ മഹാത്മാ ഡോക്ടർ ബി ആർ അംബേദ്കർ പ്രിയമുള്ളവരെ നമ്മൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ പ്രവർത്തനത്തിൽ, നമ്മുടെ തുടർ പ്രവർത്തനത്തിൽ രാജ്യത്തിന്റെ സംരക്ഷണത്തിന് ഈ പറയുന്നത് പോലെ ഡോക്ടർ ബി ആർ അംബേദ്കർ ചിന്താപദ്ധതികൾ മാത്രമാണ് പരിഹാരം എന്ന് നിങ്ങൾ അറിയേണ്ടത്. ഈ ജനാധിപത്യ കാലഘട്ടത്ത്, ഈ മതനിരപേക്ഷ കാലഘട്ടത്ത് ഇതെല്ലാം അസ്തമിച്ചു പോകുന്നിടത്ത് രാജ്യത്ത് ഫാസിസ്റ്റ് മനോഭാവത്തിൽ രാജ്യത്തെ ഭരണകൂടങ്ങൾ പ്രവർത്തിച്ച് രാജ്യത്തെ മുഴുവൻ ചിഹ്നഭിന്നമാക്കുന്നിടത്ത് നമുക്ക് ചേർത്തു വെക്കാവുന്ന ആശുപത്രികൾ ഡോക്ടർ ബി ആർ അംബേദ്കർ മാത്രമാണ്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾ അറിയണം, RSSന്റെ 100 വർഷം പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. RSSന്റെ 100 കൊല്ലം പൂർത്തീകരിക്കുമ്പോൾ അങ്ങ് കുംഭമേള നടന്നല്ലോ. ഈ കുംഭമേളയിൽ പ്രയാഗിൽ 100 കണക്കിന് വരുന്ന ഈ പറയുന്ന സന്യാസി വിലയന്മാരും അക്കാദമിഷ്യന്മാരും ഒരുപാട് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാരും ഒക്കെ ചേർന്നുകൊണ്ട് ഒരു ഭരണഘടന ഉണ്ടാക്കി. കുംഭമേള ഭരണഘടന ഈ രാജ്യത്ത് മനുസ്മൃതിയെ തിരിച്ചു കൊണ്ടുവരുവാൻ, മനുസ്മൃതിയുടെ കിരാതമായ അപകടകരമായ ആശയങ്ങൾ തിരിച്ചു കൊണ്ടുവരുവാൻ, രാജ്യത്തെ അപകടപ്പെടുത്തുവാൻ, നിലവിലുള്ള നമ്മുടെ രാജ്യത്തിന്റെ മതേതര മൂല്യങ്ങൾ ഉൾപ്പെട്ട ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി ഇന്ത്യ മഹാരാജ്യത്തെ മാറ്റിയ നമ്മുടെ രാജ്യത്തെ ഏറ്റവും ബൃഹത്തായ ഭരണഘടനയെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് രാജ്യത്ത് മനുസ്മൃതിയുടെ സന്ദേശങ്ങൾ അപകടകരമായ അലക്ഷ്യമായ നിയമങ്ങൾ ഉൾപ്പെടുത്തി പ്രയാഗിൽ അങ്ങ് ഒരു ഭരണഘടന സംഘപരിവാർ ശക്തികൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. രാജ്യത്ത് അതാണ് ഇനി വരാൻ പോകുന്നത്. അതിനറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അപകടം, ഇത്രത്തോളം ജനസംഖ്യയുള്ള അവാദവൃദ്ധം ജനങ്ങളുള്ള ഒരു വലിയ ജനക്കൂട്ടമല്ല ഇന്ത്യ മഹാരാജ്യത്ത് ജനാധിപത്യപരമായോ അല്ലെങ്കിലും ഈ പറയപ്പെടുന്ന പ്രയാഗിലെ ഭരണഘടന RSS മുന്നോട്ട് വെച്ചാൽ അതിന്റെ പ്രയോഗത്തിൽ അതിനോട്ടവകാശമുള്ളത് ഈ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി ആയിട്ടുള്ള ബ്രാഹ്മണർക്ക് മാത്രമാണ് എന്നതുകൂടി നിങ്ങൾ അറിയേണ്ടതുണ്ട്. അതാണ് അവർ തീരുമാനമെടുത്തിരിക്കുന്നത്. നമുക്കാർക്കും വോട്ടവകാശമില്ലാത്ത, നമുക്കാർക്കും പൗരത്വമില്ലാത്ത ഒരു പൗരന്മാരായി, രാജ്യത്തിന്റെ പൗരന്മാരായി അംഗീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ, ആ അവകാശം നമുക്ക് ലഭിക്കാത്ത വിധം രാജ്യത്ത് അവരുടെ ഭരണഘടനയിൽ അവരിൽപ്പെട്ട ഉപരിവർഗത്തിൽപ്പെട്ട അവരുടെ ഈ പറയപ്പെടുന്ന ഈ ഉപരിവർഗത്തിൽപ്പെട്ട ബ്രാഹ്മണർക്ക് മാത്രമായിരിക്കും വോട്ടവകാശം എന്നതുകൂടിയാണ് രാജ്യത്ത് വരാൻ പോകുന്ന അപകടം എന്നത് പ്രിയമുള്ളവരെ നമ്മൾ അറിയേണ്ടതുണ്ട്. അങ്ങനെ നിരവധിയായ സന്ദർഭങ്ങൾ, ഒരുപാട് അപകടങ്ങൾ, ഒരുപാട് പ്രതിസന്ധികൾ ഇന്ത്യ മഹാരാജ്യത്തിൽ എന്ന് പറയുന്ന മതനിരപേക്ഷ രാജ്യത്തുണ്ടാകാൻ പോകുമ്പോൾ ഇതിനെയൊക്കെ ചെറുക്കാനും ഇതിനെയൊക്കെ അതിജീവിക്കാനും ഇതിനെയൊക്കെ അവസാനിപ്പിച്ച് ഏകോദര സഹോദരങ്ങളെ പോലെ ഈ രാജ്യത്തെ മുഴുവൻ ജനവിഭാഗങ്ങളും മുന്നേറി വരാൻ നമ്മൾ പ്രാപ്തമാക്കുന്ന, നമുക്ക് പ്രതീക്ഷ തരുന്ന, നമ്മളെ ശക്തീകരിക്കുന്ന ഏക ആശയം, ഒരേ ഒരു ശാസ്ത്രം, ഒരേ ഒരു ചിന്താ പദ്ധതി, അത് മഹാനായ ബാബാ സാഹേബ് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ മാത്രമാണ് എന്ന് അസന്നിഗ്ധമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും അതാണ് ഈ പരിഹാരം എന്നുള്ളതുകൊണ്ട് അംബേദ്കറെ കൂടുതൽ ചേർത്ത് വെച്ച്, അംബേദ്കർ കൂടുതൽ അറിഞ്ഞ്, അംബേദ്കർ പറഞ്ഞല്ലോ ഞാൻ ഇതിപ്പോയി പോവില്ല, ഒരു
വിളക്കുകാലിൽ പ്രത്യേക സാഹചര്യത്തിലാണ് നിങ്ങളെല്ലാം തലകീഴായി തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയാലും എന്റെ സമുദായത്തിന്റെ, എന്റെ ജനങ്ങളുടെ അവകാശങ്ങൾക്കപ്പുറത്ത് വേറൊന്നും എനിക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞ ഒരുപാട് മഹാരഥന്മാരെയും വിപ്ലവകാരികളെയും നേതാക്കന്മാരെയൊക്കെ ലോകത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ പറയപ്പെടുന്ന നിരക്ഷരായ, കണ്ണുകുഴിഞ്ഞ, കവളൊട്ടിയ, വയറൊട്ടിയ ഈ പാവപ്പെട്ട സാധാരണക്കാരെ നോക്കി കണ്ണീരൊടുക്കാൻ, കണ്ണു നിറയാൻ, അവർക്ക് വേണ്ടി പരിതപിക്കാൻ പോലും കഴിഞ്ഞിട്ടുള്ള ഹൃദയമുള്ള ഒരാൾ കൂടിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. എല്ലാവർക്കും വേണ്ടിയും എല്ലാവരുടെയും ഭാവി ഭദ്രമാക്കുന്നതിന് വേണ്ടി ആവശ്യമായ ആലോചനകൾ മുന്നേറിച്ചിട്ടുള്ളതാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. അതല്ലാതെ പരിഹാരവും പ്രിയമുള്ളവരെ, അംബേദ്കർ അല്ലാതെ ഈ ഭാവി നമുക്ക് മുന്നിലില്ല എന്ന വസ്തുത ഒരിക്കൽ കൂടി ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ മഹത്തായ അവാസ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജന്മദിനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ വെൽഫെയർ പാർട്ടിയുടെ സമാരാധ്യനായ സംസ്ഥാന പ്രസിഡന്റ് ഔപചാരികമായി ക്ഷണിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.